ഐക്യനാടുകളിൽ പഠിക്കുക എന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന പുതിയ ചില നീക്കങ്ങൾ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ അമേരിക്കയിൽ F1, J1 വിസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ തുടരാവുന്ന കാലയളവിൽ 4 വർഷത്തെ പരിധി ഏർപ്പെടുത്താനാണ് പുതിയ നീക്കം. ഇത് നടപ്പിലായാൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകും? ഗവേഷണ വിദ്യാർത്ഥികളെയും മെഡിക്കൽ വിദ്യാർത്ഥികളെയും ഇത് എങ്ങനെ ബാധിക്കും? എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെയൊരു കർശന നിലപാടിലേക്ക് നീങ്ങുന്നത്? നിലവിൽ അമേരിക്കയിൽ പഠിക്കാനെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന ആനുകൂല്യമുണ്ട്. അതായത് ഒരു വിദ്യാർത്ഥി തന്റെ പഠനം പൂർത്തിയാക്കുന്നത് വരെ എത്ര കാലം വേണമെങ്കിലും അമേരിക്കയിൽ തുടരാം. ഉദാഹരണത്തിന് ഒരു PhD വിദ്യാർത്ഥിക്ക് തന്റെ ഗവേഷണം പൂർത്തിയാക്കാൻ 5 അല്ലെങ്കിൽ 6 വർഷം വരെ വേണമെങ്കിലും എടുക്കാമായിരുന്നു. ഈ സമയത്തൊന്നും വിസ പുതുക്കാതെ തന്നെ അവിടെ തുടരാനും സാധിക്കും. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം ഈ ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് സമ്പ്രദായം നിർത്തലാക്കും. പകരം വിസയ്ക്ക് പരമാവധി 4 വർഷത്തെ കാലാവധി മാത്രമേ നൽകൂ. ഇതിൽ കൂടുതൽ കാലം അമേരിക്കയിൽ നിൽക്കണമെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും വിസ നീട്ടുന്നതിനായി അപേക്ഷ നൽകുകയും കർശനമായ പരിശോധനകൾക്ക് വിധേയരാവുകയും വേണം. ഇതിനെയാണ് ഫിക്സഡ് സ്റ്റേ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പുതിയ നിയമം എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെയല്ല ബാധിക്കുന്നത്. ചിലർക്ക് ഈ 4 വർഷം എന്നത് വെറും 2 വർഷമായി ചുരുങ്ങാനും സാധ്യതയുണ്ട്. അമേരിക്കൻ ഭരണകൂടം ഭീകരവാദ സ്പോൺസർമാരായി കാണുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞ് താമസിക്കുന്ന നിരക്ക് 10% മുകളിലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കോ സ്റ്റേ ക്യാപ്പ് വെറും 2 വർഷമായിരിക്കും. ഇന്ത്യക്കാർ നിലവിൽ 4 വർഷത്തെ പരിധിയിലാണ് വരുന്നത്. മിക്ക ഗവേഷണ കോഴ്സുകളും 5 വർഷത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നവയാണ്. പുതിയ നിയമം വന്നാൽ ഇവർക്ക് ഓരോ ഘട്ടത്തിലും വിസ നീട്ടാൻ US ഇമിഗ്രേഷൻ വിഭാഗത്തെ സമീപിക്കേണ്ടി വരും. ഇത് അവരുടെ പഠനത്തെയും ഗവേഷണത്തെയും പ്രതികൂലമായി ബാധിക്കും. J1 വിസക്കാർ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിലും മറ്റും എത്തുന്ന അധ്യാപകർ, ഗവേഷകർ എന്നിവരെയും ഈ നിയമം ഒരുപോലെ ബാധിക്കും. വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് ഈ മാറ്റത്തിന് പിന്നിൽ 3 പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, വിദേശ വിദ്യാർത്ഥികൾ എന്ന പേരിൽ രാജ്യത്തെത്തുന്നവർ പഠനത്തിന് പകരം മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഈ കാലാവധി നിശ്ചയിക്കുന്നതിലൂടെ സാധിക്കും. ഓരോ തവണ വിസ പുതുക്കുമ്പോഴും അപേക്ഷകന്റെ പശ്ചാത്തലം പരിശോധിക്കപ്പെടും. കോഴ്സ് കഴിഞ്ഞിട്ടും നിയമവിരുദ്ധമായി അമേരിക്കയിൽ തുടരുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് തടയാൻ കൃത്യമായ ഒരു എക്സിറ്റ് ഡേറ്റ് വേണമെന്നും അധികൃതർ കരുതുന്നു. വിസയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന വ്യാജ സർവകലാശാലകളെയും അവയിൽ എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളെയും കണ്ടെത്താൻ ഈ പുതിയ നയം സഹായിക്കും. അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 2ാമത്തെ വലിയ വിഭാഗം ഇന്ത്യക്കാരാണ്. ഓപ്പൺ ഡോർസ് റിപ്പോർട്ട് പ്രകാരം ഏകദേശം 2.6 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ അമേരിക്കയിലുണ്ട്. ഓരോ തവണ വിസ എക്സ്റ്റൻഷന് അപേക്ഷിക്കുമ്പോഴും വലിയൊരു തുക ഫീസായി നൽകേണ്ടി വരും. ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് താങ്ങാനാവില്ല. പഠനത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം വിസ പുതുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരിക്കും വിദ്യാർത്ഥികൾ. അപേക്ഷ തള്ളപ്പെട്ടാൽ പകുതിക്ക് വെച്ച് പഠനം നിർത്തി നാട്ടിലേക്ക് മടങ്ങേണ്ടിയും വരും. പഠനത്തിന് ശേഷം ലഭിക്കുന്ന പ്രായോഗിക പരിശീലന കാലയളവിനെയും ഈ സ്റ്റേ ക്യാപ്പ് ബാധിച്ചേക്കാം. 4 വർഷത്തിനുള്ളിൽ കോഴ്സും പരിശീലനവും തീർക്കുക എന്നത് പലർക്കും അസാധ്യമായിരിക്കും. ഈ നീക്കത്തിനെതിരെ അമേരിക്കയിലെ പ്രമുഖ സർവകലാശാലകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച പ്രതിഭകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്കുണ്ട്. കർശനമായ വിസ നിയമങ്ങൾ വന്നാൽ വിദ്യാർത്ഥികൾ കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമെന്നും ഇവർ ഭയപ്പെടുന്നു. ഇത് അമേരിക്കയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ തിരിച്ചടിയാകും. ഹാർവാർഡ്, MIT തുടങ്ങിയ സർവകലാശാലകൾ ഇതിനകം തന്നെ തങ്ങളുടെ ആശങ്കകൾ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിസ നയങ്ങൾ ഇപ്പോൾ വലിയൊരു പരിവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 4 വർഷത്തെ സ്റ്റേ ക്യാപ്പ് നിർദ്ദേശം നിലവിൽ ചർച്ചാഘട്ടത്തിലാണ്. ഇത് എന്നു മുതൽ നടപ്പിലാകുമെന്ന കാര്യത്തിൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും അമേരിക്കയിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നിങ്ങളുടെ കോഴ്സ് കാലാവധി, വിസ നിബന്ധനകൾ എന്നിവ കൃത്യമായി മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക.